എൻ്റെ എല്ലാ കൂട്ടർക്കും നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് നല്ല വീഡിയോ എഡിറ്റിംഗ് പ്രോഗ്രാമുകളാണ്. അതായത് ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിനക്സ് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വീഡിയോ എഡിറ്റിംഗ് പ്രോഗ്രാമുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അതിലാദ്യമേ നമുക്ക് തുടങ്ങാം ബ്ലെൻഡർ. ആദ്യമേ ഞാനൊരു കാര്യം പറയുകയാണ്, നമ്മൾ വീഡിയോ വളരെ ദൂരം കൊണ്ടുപോകുന്നില്ല, വളരെ ചുരുക്കിയൊരു വീഡിയോ ആയിരിക്കും. ഈ പ്രോഗ്രാമുകളെല്ലാം ലിങ്ക് ഞാൻ താഴെ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അവിടെ എല്ലാം പോയി ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് മൊത്തം ഫ്രീ ആയിട്ടുള്ള പ്രോഗ്രാമുകളായിരിക്കും, അതുകൊണ്ട് പേടിക്കേണ്ട. എക്സ്ട്രാ നിങ്ങൾക്ക് കോസ്റ്റിൻ്റെ ഒരു കാര്യം വരില്ല. അപ്പോൾ നമുക്ക് ബ്ലെൻഡറിലേക്ക് തിരിച്ചു വരാം. ബ്ലെൻഡർ വന്നിട്ട് ഒരു 3D ഗ്രാഫിക്സ് 2D ആനിമേഷനൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ബ്ലെൻഡർ. പക്ഷേ ചെറിയ തോതിൽ ഒരു ബേസിക് വീഡിയോ എഡിറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് ബ്ലെൻഡർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കാര്യമായിട്ടൊന്നുമില്ല. ബേസിക്കായിട്ട് നമുക്ക് കട്ട് ചെയ്യാനും ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കളയാനും മ്യൂസിക് ആഡ് ചെയ്യാനും പിന്നെ കളർ ഗ്രേഡിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനും പിന്നെ ഗ്രീൻ സ്ക്രീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും, അതായത് വിഷ്വൽ എഫക്ട്സ് ഒക്കെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ബ്ലെൻഡർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാലും നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല എഫക്ട്സും ചിലപ്പം ഇല്ല എന്ന് നമുക്ക് തോന്നിയേക്കാം ബ്ലെൻഡറിനകത്ത്. അപ്പോൾ അതിനാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന പല പ്രോഗ്രാമുകളെ പറ്റി നമ്മൾ പരിചയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ അത് അടുത്തലേക്ക് കിടക്കാം. ഫ്ലോ ബ്ലേഡ് വന്നിട്ട് ഒരു ഹൈ എൻഡ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലുക്കൊക്കെ ഉള്ള ഒരു പ്രോഗ്രാമാണ് ഫ്ലോ ബ്ലേഡിനകത്ത് ബ്ലെൻഡറിനേക്കാൾ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഫ്ലോ ബ്ലേഡിനകത്തുണ്ടായിരിക്കും. ഇഷ്ടംപോലെ ഫിൽറ്റേഴ്സ് ഉണ്ടായിരിക്കും, കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, പിന്നെ പ്രോസി സപ്പോർട്ട് ഉണ്ടായിരിക്കും. വേറെ കാര്യം, പ്രോസി എന്താണെന്ന് അറിയാത്തവർക്കായിട്ട്, പ്രോസി വന്നിട്ട് ഇത്രയുള്ള കാര്യം, എന്താണ് ഒരു 4K പോലുള്ള വീഡിയോകളൊക്കെ വന്നിട്ട് നിങ്ങൾ സാധാരണ ഒരു കമ്പ്യൂട്ടറിലൊക്കെ എഡിറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ 2GB റാം അല്ലെങ്കിൽ 4GB റാമുള്ള കമ്പ്യൂട്ടറിനകത്തൊക്കെ എഡിറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഹാങ് ആവുമോ അല്ലെങ്കിൽ ലാഗ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. അപ്പം എഡിറ്റിങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റും. അപ്പം അതിന് പോകുമ്പോഴായിട്ട് ചെയ്യുന്ന അത്രേ ഉള്ളൂ, 4K വീഡിയോ വന്നിട്ട് ലോ റെസൊല്യൂഷൻ വീഡിയോ ആക്കി മാറ്റും. അതായത് ക്വാളിറ്റി കുറഞ്ഞ വീഡിയോ ആക്കിയിട്ട് നമുക്ക് വളരെ സ്മൂത്തായിട്ട് നമുക്ക് പ്ലേ ചെയ്യാനും പറ്റും, വളരെ എളുപ്പം എഡിറ്റ് ചെയ്ത് കാര്യങ്ങൾ സാധിക്കാനും പറ്റും. അതിനുവേണ്ടിയാണ് പ്രോസി ഉപയോഗിക്കുന്നത്. പ്രോസി വന്നിട്ട് ബ്ലെൻഡറിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലെൻഡറിൻ്റെ പ്രോസി ഏറ്റവും ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസി എന്നാണ് ഞാൻ എപ്പോഴും കരുതുന്നത്. ഫ്ലോ ബ്ലേഡിനകത്തും പ്രോസി ഉണ്ട്, പക്ഷേ അത് പോരാ എന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം ഫ്ലോ ബ്ലേഡിനകത്ത് നിങ്ങൾ പ്രോസി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചില ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ എഫക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില പോരായ്മകൾ കാണാം. അതായത് ഒരു പെർഫോമൻസ് ഇഷ്യൂ നിങ്ങൾ ചിലപ്പം കാണേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല റാമൊക്കെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു 8GB റാമൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി നല്ല ഇമ്പ്രൂവ് ആയിട്ട് ഒരു വീഡിയോ എഡിറ്റിംഗ് ഒക്കെ സാധ്യമാക്കും. ഫ്ലോ ബ്ലേഡിനകത്ത് എന്നാലും ചില പോരായ്മകൾ തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ടേക്കാം. പിന്നുള്ളതെന്ന് പറയുന്നത് ആനിമേഷൻ ചെയ്യാനുള്ള കാര്യമാണ്. അതായത് മിക്കവാറും നിങ്ങൾക്ക് ഫിൽറ്റേഴ്സും ട്രാൻസിഷനും ഒക്കെ വന്നിട്ട് ആനിമേറ്റ് ചെയ്യാൻ ഫ്ലോ ബ്ലേഡിനകത്ത് പറ്റും. പക്ഷേ ഫ്ലോ ബ്ലേഡിനകത്ത് ആ ഒരു ആനിമേഷൻ പ്രോപ്പർട്ടി ഇച്ചിരി ഇമ്പ്രൂവ് ആക്കണമെന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. കെഡൻ ലൈവ് വന്നിട്ട് ഒരു വീഡിയോ എഡിറ്റിംഗ് പ്രോഗ്രാം തന്നെയാണ് ഫ്ലോ ബ്ലേഡിനെ പോലെ തന്നെ. പക്ഷേ ഇച്ചിരി ഇമ്പ്രൂവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരി വോയിസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ വീഡിയോയ്ക്ക് വോയിസ് ഒക്കെ കൊടുക്കാം, അതായത് ഡബ് ചെയ്യാനൊക്കെ സംഗതിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് കെഡൻ ലൈവ്. കാര്യമായിട്ട് പറയാനൊന്നുമില്ല, കെഡൻ ലൈവിനകത്തും കാര്യമായിട്ട് നമുക്ക് ഫിൽറ്റേഴ്സും എഫക്ട്സും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ആനിമേറ്റ് ചെയ്യാനും ഒക്കെ കെഡൻ ലൈവ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തലേക്ക് കടക്കാം. ഓപ്പൺ ഷോട്ട് വന്നിട്ട് ഏറ്റവും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ല. വീഡിയോ എഡിറ്റിംഗ് വരുന്നവർക്ക് ആർക്ക് വേണം പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് ഓപ്പൺ ഷോട്ട്. പക്ഷേ കാര്യമായിട്ട് ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ മിസ് ചെയ്യും. ഓപ്പൺ ഷോട്ടിനകത്ത് കാര്യമായിട്ട് ഫീച്ചേഴ്സ് ഒന്നുമില്ല, ഒരു പ്രൊഫഷണൽ ഒരു ഫീലൊന്നും ഓപ്പൺ ഷോട്ടിന് വരുന്നില്ല എന്നുള്ളതാണ് ഉള്ള കാര്യമായിട്ട് ഞാൻ പറയുന്നത്. പിന്നുള്ളതാണ് ഷോർട്ട് കട്ട് വന്നിട്ട് ഒരു ഇച്ചിരി ഇമ്പ്രൂവ് ആയിട്ടുള്ളതും ഇച്ചിരി പ്രൊഫഷണൽ ഫീലുള്ളതും ഇത്രയും നമ്മൾ പരിചയപ്പെട്ടതിൽ നിന്നും ഏറ്റവും മാറി നല്ല, അതായത് സാധാരണ ഒരു കമ്പ്യൂട്ടറിൽ പോലും നല്ല വളരെ എളുപ്പം വീഡിയോ എഡിറ്റിംഗ് സാധ്യമാക്കുന്ന നല്ല ഫിൽറ്റേഴ്സും എഫക്ട്സും ഒക്കെ ഉള്ള ഒരു പ്രോഗ്രാമാണ് ഷോർട്ട് കട്ട്. മാത്രമല്ല നമുക്ക് വോയിസ് ഓവർ ചെയ്യാനും ഒക്കെ പറ്റും, പിന്നെ ഗ്രീൻ സ്ക്രീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര നേരം പരിചയപ്പെട്ട പ്രോഗ്രാമിനകത്ത് കെഡൻ ലൈവിനകത്ത് ഫ്ലോ ബ്ലേഡിനകത്തും ഒക്കെ നമുക്കത് പറ്റുമെങ്കിലും ഷോർട്ട് കട്ടിനകത്ത് ഇച്ചിരി ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു ഗ്രീൻ സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട് നല്ലൊരു പ്രോഗ്രാമാണ് ഈ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. അതായത് കാര്യമായിട്ട് ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്, ഇഷ്ടംപോലെ ഫിൽറ്റേഴ്സും എഫക്ട്സും ഒക്കെ നമുക്ക് ഷോർട്ട് കട്ടിനകത്ത് അവൈലബിൾ ആണ്. മാത്രമല്ല അതൊക്കെ ആനിമേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ നല്ല കാര്യം. പിന്നുള്ളതാണ് ഒലീവ് വീഡിയോ എഡിറ്റർ വന്നിട്ട് അടുത്ത കാലത്ത് വന്നാണ്, ഏകദേശം ഒരു വർഷത്തിൻ്റെ ഉള്ളിലായി കാണും. നമ്മുടെ പ്രീമിയറിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ ലിനക്സിന് ഇറക്കിയാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ആണ് നമ്മുടെ ഒലീവ് വീഡിയോ എഡിറ്റർ ഇരിക്കുക. കാരണം വന്നിട്ട് സമ്പൂർണ്ണമായിട്ടും ഒരു പ്രീമിയറിൻ്റെ ഒരു കോപ്പിയാണ് ഒലീവ് വീഡിയോ എഡിറ്റർ കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല പ്രീമിയറിനകത്തുള്ള ചില ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഒലിവിനകത്ത് കാണാം. മിക്കവാറും ഒരു പ്രീമിയറിൻ്റെ ഒരു ഫീൽ തന്നെയാണ് ഒലിവിനകത്ത് കാണാമെന്ന് പറയാം. പക്ഷേ ഒലിവ് ഒരു പൂർണ്ണമായിട്ടൊരു വീഡിയോ എഡിറ്റിംഗ്
അതായത് പൂർണ്ണ റിലീസ് ഇതുവരെ വന്നിട്ടില്ല. അതായത് ഒലിവിൻ്റെ ഒരു പൂർണ്ണ റിലീസ് ഇതുവരെ വന്നില്ല. ഇപ്പോഴും ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഒലിവ് വീഡിയോ എഡിറ്റർ. പക്ഷേ കാര്യമായിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് ഒലിവ് വീഡിയോ എഡിറ്റർ. മാത്രമല്ല മറ്റുള്ള പ്രോഗ്രാമിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആനിമേഷന് കൂടെ നമുക്ക് ഗ്രാഫ് എഡിറ്റർ വരുമെന്നുള്ളതാണ് ഒലിവ് വീഡിയോ എഡിറ്ററിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഈ ഫിൽറ്റേഴ്സ് എല്ലാം ആനിമേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് വെറുതെ ഒരു സ്ലൈഡ് ഷോ പോലെ ഒരു ഫീൽ ആയിരിക്കും. പക്ഷേ ഇച്ചിരി ജീവൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി നമുക്കൊരു ഗ്രാഫ് എഡിറ്റ്, അതായത് ആനിമേഷൻ ഇച്ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റണം. അപ്പം ഗ്രാഫ് എഡിറ്റർ വേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇത്ര നേരം പരിചയപ്പെട്ട പ്രോഗ്രാമിനകത്തൊന്നും ഗ്രാഫ് എഡിറ്റർ ഇല്ല. എല്ലാം ഓട്ടോമാറ്റിക് ആയിരിക്കും. നമ്മൾ പറയുന്നു ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം, അപ്പം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പ്രോഗ്രാമോ സ്വയം മനസ്സിലാക്കി അത് അങ്ങനെ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒലിവിനകത്ത് നമുക്ക് ഇച്ചിരി കാര്യമായിട്ട് ആനിമേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒലിവിനകത്ത് പറ്റുമെന്നുള്ളതാണ് സത്യം. അപ്പം പിന്നെ ഉള്ളതാണ് ഡാവിഞ്ചി റിസോൾവ്. അപ്പം ഡാവിഞ്ചി റിസോൾവ് വന്നിട്ട് ഒരു കളർ ഗ്രേഡിങ്ങിന് വേണ്ടി കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു പ്രോഗ്രാമാണ് ഡാവിഞ്ചി റിസോൾവ്. മാത്രമല്ല മോഷൻ ഗ്രാഫിക്സിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഡാവിഞ്ചി റിസോൾവ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ലിനക്സിൻ്റെ ഒരു വേർഷനും അവർ ഇറക്കുന്നുണ്ട്. ഓർക്കുക 2 കാര്യങ്ങൾ. അതായത് ഡാവിഞ്ചി റിസോൾവ് വന്നിട്ട് 2 വേർഷനാണ് ഇറക്കുന്നത്. ഒന്ന് സ്റ്റുഡിയോ വേർഷൻ, ഒന്ന് ഫ്രീ വേർഷൻ. ഇതിൽ ഫ്രീ വേർഷൻ വന്നിട്ടാണ് നമുക്ക് ലിനക്സിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് വിൻഡോസിനകത്തും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ വേർഷൻ അല്ല, സ്റ്റുഡിയോ വേർഷൻ ലിനക്സിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫ്രീ വേർഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രീ ആണ്. പക്ഷേ ചില ഫീച്ചേഴ്സൊക്കെ ഒരു മിസ്സിങ് ഉണ്ടായിരിക്കാം ഉറപ്പായിട്ടും. പിന്നെ വേറെ കാര്യം, രണ്ടാമത് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡാവിഞ്ചി റിസോൾവിന് നല്ലൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു 4GB റാമിനോ 2GB റാമിനകത്തോ ലാപ്ടോപ്പൊക്കെ കമ്പ്യൂട്ടറിനകത്തോ എഡിറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റത്തില്ല. റിസോൾവ് മാക്സിമം ഒപ്റ്റിമൈസേഷൻ നടത്തിയാൽ പോലും ഇത്രയും കുറഞ്ഞ റാമുള്ള കമ്പ്യൂട്ടറിലൊക്കെ വളരെ ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. മാത്രമല്ല നല്ലൊരു ഗ്രാഫിക്സ് കാർഡും ഒക്കെ ഉണ്ടെങ്കിൽ ഡാവിഞ്ചി റിസോൾവ് നമുക്ക് ശരിക്കും ഉപയോഗപ്രദമാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അവസാനമായിട്ട് ഒരു പ്രോഗ്രാം കൂടി ഉണ്ട്, അതാണ് നാട്രോൺ. നാട്രോൺ വന്നിട്ട് ഒരു വീഡിയോ എഡിറ്റിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് നല്ലത്, ഒരു കമ്പോസിറ്റിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അത് കമ്പോസിറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, വിഷ്വൽ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ 3D ഒബ്ജക്റ്റ്സ് ഒക്കെ വന്നിട്ട് നമ്മുടെ ഒരു യഥാർത്ഥത്തിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, അതുമായിട്ടൊക്കെ ചേർത്ത് വെക്കുന്നതിനെയൊക്കെയാണ് കമ്പോസിറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരാളുടെ ഡബിൾ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള വിഷ്വൽ എഫക്ട്സ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് വരുന്ന പ്രോഗ്രാമാണ് നാട്രോൺ. മാത്രമല്ല നാട്രോൺ വന്നിട്ട് ഒരു നല്ലൊരു മോഷൻ ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് നാട്രോൺ. അപ്പം നാട്രോണിനകത്ത് ചെയ്ത ഒരു ചെറിയ ഒരു ആനിമേഷൻ ഞാൻ അതിൻ്റെ ഒരു പ്രോജക്റ്റ് ഫയൽ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. നാട്രോണിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റൊരു പോരായ്മ ഉള്ളൂ, ഓഡിയോ സപ്പോർട്ട് ഇല്ലാത്ത എന്നുള്ളതാണ്. അതായത് നമ്മൾ മോഷൻ ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഓഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രാ പ്ലഗിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് നാട്രോണിനെ ഞാൻ പരിചയപ്പെടുന്നത് പറഞ്ഞാൽ നമ്മൾ ഇത്ര നേരം പരിചയപ്പെട്ട പ്രോഗ്രാമുകളെല്ലാം ബേസിക് ആയിരിക്കും, വിഷ്വൽ എഫക്റ്റിൻ്റെ കാര്യത്തിൽ വളരെ ബേസിക് ആയിരിക്കും. പക്ഷേ നാട്രോൺ വന്നിട്ട് ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ഗ്രീൻ സ്ക്രീൻ പോലുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം ഗ്രീൻ സ്ക്രീനൊക്കെ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, അപ്പോൾ ഗ്രീൻ സ്ക്രീൻ കളയണം, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാര്യമായിട്ട് നല്ല രീതിയിൽ സംഗതി നിറവേറ്റാൻ നാട്രോണിന് കഴിയുമെന്നുള്ള. അപ്പം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സംശയങ്ങളുണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പുതുതായിട്ട് ഈ ചാനൽ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും വരാം വേറൊരു വീഡിയോ ആയിട്ട്.